ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട കറിയായ മാമ്പഴ പുളിശ്ശേരി അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇവിടെ 5 മാങ്ങ കിട്ടിയിട്ടുണ്ട്, അടുത്തുള്ള മാമി തന്നെയാണ്. അപ്പോൾ അത് പുളിശ്ശേരി വെക്കാൻ വേണ്ടി തൊലിയൊക്കെ കളഞ്ഞെടുത്ത്, മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വേകാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ശർക്കര ചിരണ്ടിയത് ഇട്ട് കൊടുത്തേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്ത് അടുപ്പേൽ വെക്കുവാണ്. വേകാനായി അടച്ച് വെച്ചു. ഇനി അരപ്പിനുള്ള തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, ചെറിയ ജീരകം, കാന്താരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എരിവ് കുറവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഏകദേശം മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുവാണ്. ഉപ്പ് കുറവായതുകൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തേ. പിന്നെ നന്നായി ഇളക്കി കൊടുത്തു. അങ്ങനെ അതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുത്തേ. തേങ്ങ നന്നായി അരച്ചെടുത്ത് മാങ്ങ വെന്ത് വന്ന് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം അരപ്പ് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഉപ്പ് വെന്ത് നല്ല ചൂടായി വന്നേ. അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറിയ ശേഷം അതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം 3 സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തേ. തൈര് ചേർത്താൽ പിന്നെ ഒത്തിരി ചൂടാകാതെ വാങ്ങണം, അല്ലെ പിരിഞ്ഞു പോവും. ഇനിയിപ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാൻ പോവാണ്. എണ്ണ ചേർക്കാനായി കടുകും കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കടുക് ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ട് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ബ്രൗൺ കളറാകുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം കറി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരി റെഡിയായേ. അത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.